ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നതൊരു പ്ലെയിൻ സാരിയിലാണ്. അതൊരു അനാർക്കലിയാണ്. എനിക്ക് വേണ്ടിയിട്ടാണിത്. ആദ്യം ഞാൻ ചെയ്തത് ചെയിൻ സ്റ്റിച്ചായിരുന്നു. ഇത് കുറച്ച് ബുദ്ധിമുട്ടി, കാരണം എൻ്റെ മടി കൊണ്ട് ചെയ്തതാണ്. നമ്മൾ ആദ്യം മറ്റേ തുണിയിൽ ചെയ്താൽ മതിയായിരുന്നു. ഞാനെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ക്യാൻവാസ് ഒരു പണി തന്നു. ക്യാൻവാസിന് കുറച്ചും കൂടിയും ക്യാൻവാസ് വന്നപ്പോൾ ഒന്നും കൂടിയും തുണി കനം കൂടിയല്ലോ. അപ്പോൾ വലിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ആരി വർക്കിന് യൂസ് ചെയ്യുന്ന ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്, ഗോൾഡൻ്റെ. ഫസ്റ്റത്തെ ഒരു ലെയർ ബോർഡർ പോലെ എന്നുള്ളൊരു രീതിക്കാണ് അങ്ങനെ ചെയ്തത്. നമ്മളിതിങ്ങനെ വലിക്കുമ്പോൾ ഓരോ നൂലായിട്ട് ഇങ്ങനെ ചിലപ്പോൾ വേണ്ട ഇങ്ങനെ പൊന്തിയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു കൊടുത്താൽ മതി. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നു. എനിക്ക് നമ്മൾ ആദ്യം ചെയ്യണതിന് മുന്നേ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ച് ചെയ്തതാണ്. പക്ഷേ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ ഒരു സമാധാനമായി. പിന്നെ നെക്സ്റ്റ് ഷുഗർ ബീഡ് വെച്ചിട്ട് അതൊരു ലൈൻ, രണ്ടാമത്തെ ഒരു ബോർഡർ എന്നുള്ള രീതിയിൽ ഒന്ന് ബോർഡറിന് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഷുഗർ ബീഡ് വെച്ചിട്ട്. അത് നമ്മൾ ആദ്യം 3 ഷുഗർ ബീഡ് ഇട്ടിട്ട് പിന്നെ മറ്റേ ഫസ്റ്റ് ഇട്ട ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ബാക്ക് സ്റ്റിച്ചായിട്ടാണ് തുന്നി കൊടുക്കുന്നത്. ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഷുഗർ ബീഡ് ഇട്ടിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനാണ് നമുക്ക് കൂടുതലും ടൈമും എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ക്യാൻവാസും കൂടി വെച്ചിട്ട് ചെയ്തപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അളവെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റാക്കിയിട്ട് തുന്നുന്നതായിരിക്കും നല്ലത്. ഞാനിത് മടി കാരണം ചെയ്തു പോയതാണ്. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാൻ കുന്തൻ സ്റ്റോണാണ് 3ാമത്തെ ലെയറിൽ വെച്ചത്. നമ്മളിങ്ങനെ പോയിൻറ്റഡായിട്ട് ഈ സെൻറ്റർ ഭാഗം അങ്ങനെ വരുന്ന ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ നിന്ന് തൊട്ടിട്ട് വന്ന് സെൻറ്ററിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ആ ഒരു പോയിൻ്റ് ആ ഡിസൈനിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തേതാവുമ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് ഞാൻ ഫുള്ളായിട്ട് നെക്കിൽ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് സ്പ്രെഡ് ചെയ്യണ പോലെ താഴത്തേക്കും കൂടി ഈ സെയിം സ്റ്റോൺ വെച്ചിട്ട് വർക്ക് ചെയ്തത്. അത് കയ്യുമ്മലും ഇത് തന്നെ കൊടുത്തു. സിമ്പിളായിട്ടുള്ള വർക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും.